ഹായ് ഫ്രണ്ട്സ്, അഗ്രോബിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള ഏലത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു കുറച്ച് വെറൈറ്റികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഏലത്തിൻ്റെ വീഡിയോകളും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത്. വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റിൽ പരിചയപ്പെടുത്തുന്ന ഒരു ഇനം എന്ന് പറയുന്നത് തിരുതാളിയാണ്. നമ്മുടെ മേഖലകളിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നില്ലെങ്കിലും പേത്തൊട്ടി ചാന്തമ്പാറ മേഖലകളിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്ത് നല്ല ഈൽഡ് നൽകുന്ന ഒരു വെറൈറ്റിയാണ് തിരുതാളി. തിരുതാളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലോട്ട് നല്ല രീതിയിൽ ചിമ്പടിച്ച ഒരു തട്ടയ്ക്ക് 4 ശരം വെച്ച് ഉണ്ടാകുകയും അതേപോലെ 2 ചിമ്പുകൾ വെച്ച് ഉണ്ടാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ചെടി എപ്പോഴും നല്ല തുറവായിട്ട് നിൽക്കുന്നു. പിന്നെ ഇതിൻ്റെ ഒരു കാട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോങ് ബോൾട്ട് കാകളാണ് പൊതുവെ ഉണ്ടായി വരുന്നത്. നമുക്കത് കാണാം, ലോങ് ബോൾട്ട് കാകളാണ് കൂടുതലും കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ മറ്റൊരു കായെ അപേക്ഷിച്ച് അല്പം വിലക്കുറവിലാണ് ഈ തിരുതാളിക്കായകൾ പോകുന്നത് കണ്ടുവരുന്നത്. ലോങ് ബോൾട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത്യാവശ്യം നല്ല ഈൽഡാണ്. ഫിസേറിയം വളരെ കുറവുണ്ട്. ഉറപ്പായിട്ടും ഒരു തട്ടയ്ക്ക് 4 വള്ളി വെച്ചുണ്ടാകാറുണ്ട്. അങ്ങനെയൊക്കെ കുറേ പ്രത്യേകതയുണ്ട്. പിന്നെ ഇതിൻ്റെ ഡ്രോബാക്സ് ആയിട്ട് പറയുന്നത്, ഇതിന് മഴക്കാലം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊത്തഴികളും തട്ടമരത്തിലും വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട്. പക്ഷേ അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള പരിചരണം എടുക്കുകയാണെങ്കിൽ നല്ല ഈൽഡ് നൽകുന്നൊരു വെറൈറ്റിയാണ് തിരുതാളി. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗോട്ടിമാല ഏലം എന്നൊക്കെ പറയുന്ന ഒരു പിങ്ക് കളറിൽ വരുന്നൊരു വെറൈറ്റിയാണ്. നമുക്ക് ഗോട്ടിമാല ഏലം എന്നൊക്കെയാണ് ഇവിടെ പറയപ്പെടുന്നത്. നമ്മുടെ നാടൻ ചെടികളിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. കളറിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. നല്ല പിങ്ക് കളറാണ് ഇതിന്. ഇത് അത്യാവശ്യം നല്ല ചൂടുള്ള കാലാവസ്ഥകളിലും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട് ഈ ചെടിക്ക്. പിന്നെ വലിയ ഈൽഡൊന്നും കിട്ടുന്നൊരു ഇനമല്ല. ശരിക്കും നാടൻ ചെടി എന്നൊക്കെ പറയുന്ന പോലത്തെ കുറഞ്ഞ ഈൽഡും നല്ല പ്രതിരോധശേഷിയുള്ള ഒരു ഇനമാണ്. നമുക്കൊരു ഫാൻസിക്കൊക്കെ നിർത്താം എന്നുള്ളതല്ലാതെ വ്യാവസായികമായിട്ട് ഇത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത്ര സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് ഇവിടെ പ്ലാൻ ചെയ്തിട്ട് 1 വർഷമായി. ഈ പറയുന്ന വലിയ ഈൽഡ് 1.5 വർഷമായിട്ടുണ്ട്. ഇത് ഈ പറയുന്ന വലിയ ഈൽഡൊന്നുമില്ല. പിന്നെ ഉണ്ടായി വരുന്ന കാകളൊക്കെ അല്പം ബോൾട്ടൊക്കെ ഉണ്ട്. കായെണ്ണമൊക്കെ കുറവാണ് ചെടിക്ക്. പിന്നെ ഇങ്ങനെയൊരു വെറൈറ്റി ഒരു തോട്ടത്തിൽ ഒരെണ്ണം നിലനിർത്താനായിട്ടാണെങ്കിൽ കൊള്ളാം. പിന്നെ നല്ല ചൂടുള്ള മേഖലകളിൽ 1-2 ഏലമൊക്കെ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നൊരിതാണ്. നാട്ടിൻപുറം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഗോട്ടിമാല ഏലം എന്ന് പറഞ്ഞ ഈ പിങ്ക് കളറ്. ഇതിന് ഫിസേറിയം പോലുള്ള രോഗങ്ങളൊക്കെ വളരെ കുറവാണ്. അത്യാവശ്യം ചൂടിനെ പ്രതിരോധിച്ചൊക്കെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള മേഖലകളിൽ പ്ലാന്റ് ചെയ്യാൻ നല്ലൊരു ഏലമാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പാനികുളങ്ങര മിറാക്കിൾ ഏലച്ചി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതൊരു തൈച്ചെടിയാണ്. നമ്മളിപ്പം തട്ട കൊണ്ടുവച്ച് പ്ലാന്റ് ചെയ്തേ ഉള്ളൂ. പുതുശരം അടിച്ചു വരുന്നത് നമുക്ക് കണ്ടറിയാം. അതിൻ്റെ ശരത്തിൽ നിന്ന് വേറെ ശരം പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ശരത്തിന് അല്പം വളർച്ച എത്തിയതിന് ശേഷമേ അത് പൊട്ടി നീണ്ടു വരുന്നതായിട്ട് കണ്ടുവരുന്നത്. ഈ ശരത്തിലൊക്കെ ഇപ്പം പ്ലാന്റ് ചെയ്തതേ ഉള്ളൂ. നമ്മളൊരു സുഹൃത്തിൻ്റെ തോട്ടത്തിൽ ചെന്നപ്പോൾ നമ്മൾ 2 തട്ട തന്നതാണ്. ആദ്യം ഉണ്ടായി വന്ന ശരമൊക്കെ ചെടിക്ക് വളർച്ച കിട്ടാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ചിമ്പടിച്ച് പെട്ടെന്ന് വളർച്ച കാണിക്കുന്നുണ്ട് ഈ ചെടി. നമുക്കൊരു 2 വെറൈറ്റി 2 ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പ്ലാനില്ലാത്തതുകൊണ്ട് അതിൻ്റെ ശരമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. ആദ്യം അടിച്ചു വരുമ്പോൾ സാധാരണ ശരം പോലെ അടിച്ചു വന്നിട്ട് അതിൽ നിന്നാണ് ശാഖ ഉണ്ടാകുന്നത്. ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടായിക്കുമ്പോഴാണ് അതിനെ ശരത്തിൽ നിന്ന് ശരം പൊട്ടുന്നതായിട്ട് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് PV2 എന്ന് പറയുന്നൊരു ഇനമാണ്. നമുക്കറിയാം, നമ്മൾ KVK വികസിപ്പിച്ചെടുത്ത ഇനമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം PV2. ഈ PV2ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര കായിക വളർച്ചയാണ് PV2ന്. അത്യാവശ്യം നല്ല ജലമൊക്കെ ഉള്ള മേഖലകളിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ചെടി നല്ല ഹൈറ്റിൽ വളരും, നല്ല ഗ്രീനിഷായിട്ട് വളരും. അതിനൊപ്പം ശരത്തിനും നല്ല ഒരു കരുത്തുള്ള ശരങ്ങളാണ്. പക്ഷേ നല്ല ശക്തമായിട്ടുള്ള മഴ കിട്ടുന്ന സമയങ്ങളാണ് ഇത് ഈൽഡ് കൂടുതലും തരുന്നത്. അല്ലാതെ സമയങ്ങളിൽ ഈൽഡ് കുറവായിരിക്കും. ഈ സമയങ്ങളിലൊക്കെ വളരെ കുറവായിരിക്കും. നല്ല ഡ്രോപ്പിംഗ് ഉണ്ടാകുന്നുണ്ട്. ഇതാണ് നല്ല ഉരുണ്ടിട്ടുള്ള കായാണ്. വലിയ ബോൾട്ടൊന്നുമില്ല. എന്നാൽ ഇത്രയും ലെങ്തുള്ള ശരത്തിന് നല്ലപോലെ നമുക്ക് കാ പിടിച്ച് ഇടുന്നു കഴിഞ്ഞാൽ ഒറ്റ ചെടി നമുക്ക് ഒരു പെട്ടി കായൊക്കെ എടുക്കാനുള്ള അത്രയും കാ പിടിക്കും. പക്ഷേ നല്ല ഈർപ്പമുള്ള സമയത്ത് ഇതിന് കാപിടുത്തം കൂടുതലുള്ളത്. അല്ലാത്ത സമയങ്ങളിൽ ഭയങ്കര ഡ്രോപ്പിംഗ് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതിനും ഫിസേറിയം മറ്റേ വേര് കംപ്ലൈൻ്റൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇത് മഴയുള്ള സമയങ്ങളിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ഈൽഡ് തരുന്നത് കണ്ടുവരുന്നുള്ളൂ. നല്ല രീതിയിൽ ശരം എല്ലാ തട്ടയ്ക്കും 4 ശരം വെച്ചും അതേപോലെ ചിമ്പും എല്ലാം ഉണ്ടാകുന്നുണ്ട്. ഒരു തൈച്ചെടിയാണ്. അത്യാവശ്യം നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ
ഒരു കുഴപ്പമുള്ളത് ഇതാണ്, നമ്മൾ എന്താ പറയുക, നല്ല തണുപ്പുള്ള മേഖലകളിലാണ് ഇത് സക്സസ് ആകുന്നത്. ചൂട് കൂടിയ മേഖലകളിൽ അത്ര സക്സസ് അല്ല. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഞള്ളാനിയുടെ തന്നെ ഒരു വകഭേദമായിട്ടുള്ള 2020 എന്ന് പറയുന്ന ഒരു ഏലമാണ്. ഗ്രീൻ ഗോൾഡ് 2020 എന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. ഞള്ളാനിയുടെ ഒരു വകഭേദമാണ് ഇത്. അത്യാവശ്യം നല്ല ഈൽഡ് നൽകുന്ന ഒരു ചെടിയാണെങ്കിലും ഭയങ്കര രോഗങ്ങൾ, ഇതിന് എപ്പോഴും ഫംഗസ് രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ്. ഫിസേറിയൊക്കെ എപ്പോഴും നമ്മൾ എത്രയൊക്കെ ഫംഗിസൈഡ് കൊടുത്താലും ഫിസേറിയം അതേപോലെ നമ്മുടെ എന്താ പറയുക മൊസൈക്ക് പോലുള്ള രോഗങ്ങളൊക്കെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വെറൈറ്റിയാണ്. പക്ഷേ എന്നാൽ നല്ല ശരങ്ങളും നല്ല ആദായമൊക്കെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇവരുടെ കായൊക്കെ എടുത്ത് തീർന്നാണ്. നല്ലപോലെ ചിമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഫിസേറിയം വിട്ട് മാറിയിട്ട് ഇതൊന്ന് പച്ചച്ച് കാണാൻ നമുക്ക് കഴിയുന്നില്ല ഇതുവരെ. പല മേഖലകളിലും നമ്മളിത് കണ്ടിട്ടുണ്ട്, നല്ല രീതിയിൽ പ്ലാന്റ് ചെയ്ത് നിർത്തുന്നത്. എങ്ങനെ ചെയ്താലും പക്ഷേ ഇതിന് നമുക്ക് എന്താ പറയുക, ഈ ഫംഗസ് രോഗങ്ങളിൽ നിന്ന് ഇതിനെ രക്ഷിച്ചെടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഫംഗിസൈഡ് കൊടുത്തിട്ട് കുറച്ച് നാളേ ഉള്ളൂ. ആ കാർബൺ ഡൈ ഓക്സൈഡ് അടിച്ചതിൻ്റെ പാടിപ്പോഴും ഇലയിലുണ്ട്. എന്നിട്ടും അതിന് ആ ഫംഗസ് പ്രശ്നങ്ങൾ മാറുന്നേയില്ല. എന്നാൽ അതിനോട് ചുറ്റി നിൽക്കുന്ന വേറെയുള്ള ചെടികൾക്ക് അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു വെറൈറ്റിയാണ്. നല്ല ഈൽഡ് നൽകുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റി എന്നൊക്കെ പറയാം. പക്ഷേ നമ്മളിതിനെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് ഭയങ്കര പാടാണ്. ഗ്രീൻ ഗോൾഡ് 2020 എന്നൊക്കെ പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഏലമാണ്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന പാലക്കൊടിയുടെ ഒരു വകഭേദമാണ്. പാലക്കൊടി എന്ന് പറയുന്ന ഒരെണ്ണമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വള്ളി അടിക്കുക, നിലത്തൂടെ പടർന്ന് നല്ല ഉരുണ്ട കായും തിങ്ങി ചിമ്പടിക്കുകയും ഒക്കെ ചെയ്തു വരുന്നത് നല്ലൊരു വെറൈറ്റിയാണ്. നല്ല ഈൽഡ് നൽകുന്നുണ്ട്. ശരിക്കും ഒറിജിനൽ പാലക്കൊടിയല്ല, പാലക്കൊടിയുടെ അരി വീണ് കിളിർത്ത് അടുത്ത തലമുറയായിട്ട് വന്നേക്കുന്നൊരു പാലക്കൊടിയുടെ വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല ഈൽഡാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ പറയുക, കായെല്ലാം നല്ല പാലക്കൊടിയെ പോലെ ഉരുണ്ട കായൊന്നുമല്ല, ഞള്ളാനിയുടെ കാ പോലെയൊക്കെ ഏകദേശം ഇതാണ്. ഇതിൻ്റെ ഒരു ഞള്ളാനിയോട് വന്ന പരാഗണത്തിലൂടെ ഇനം മാറ്റം വന്നതാണ്. ഇതിൻ്റെ ഇതുവരെ നമുക്ക് പാലക്കൊടി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നെങ്കിലും ശരിക്കും പാലക്കൊടിയല്ല. ആ പാലക്കൊടിക്ക് ഒരു 3-4 എടുപ്പ് കഴിയുമ്പോഴത്തേക്ക് ആദായം തീരെ കുറഞ്ഞു പോകുന്നൊരു പ്രതിഭാസം കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇതിനങ്ങനെയല്ല, അത്യാവശ്യം ആദായമുണ്ട്. നല്ലൊരു പ്രതിരോധശേഷിയാണ്. ഇപ്പോഴും നല്ല പച്ചപ്പോട് കൂടി നിൽക്കും. നല്ല ചിമ്പശരങ്ങളെല്ലാം നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മളൊന്ന് അത് പല രീതിയിൽ പ്ലാന്റ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ചൂടുള്ള മേഖലയിൽ ഒന്ന് പ്ലാന്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സക്സസ് ആണ് സംഭവം. നല്ലൊരു റിസൾട്ട് കാണിക്കുന്നുണ്ട് ആ ചെടി. പാലക്കൊടി എന്ന് തന്നെ പറയാം നമുക്കിത്. പാലക്കൊടിയുടെ പുതുതലമുറക്കാരൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു 3 വെറൈറ്റിയാണ്. ഏകദേശം അടുത്ത് പ്ലാന്റ് ചെയ്തേക്കുന്ന ഏകദേശം സിമിലർ ആയിട്ടുള്ള ശരവും ചിമ്പും തട്ടയൊക്കെ ഉള്ള വരുന്ന പോലത്തെ ഒരു വെറൈറ്റികളാണ്. ഇതൊക്കെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച് വരുന്ന ഏലമാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് എന്താ പറയുക, ചിലർ പറയുന്നത് വീരഭദ്ര എന്നുള്ള പേരിലൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു ഇനമാണ്. ഇതിൻ്റെ ഒരു നല്ല ലെങ്ത്തിൽ വള്ളിയും നല്ല ഉരുണ്ട കായും ഒക്കെയാണ്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ വള്ളി വളരെ നേർത്ത വള്ളിയാണ്. എന്താണ് ചെറിയ കനം കുറഞ്ഞ വള്ളിയാണ്. എന്നാൽ വള്ളി നല്ല ലെങ്തിൽ നീണ്ടു പോകുന്നുണ്ട്. ഒരു 2 വെറൈറ്റി നമ്മളിവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അറിയാം ചെടിയിൽ നിന്ന് എത്ര ദൂരത്തിലാണ് അതിൻ്റെ വള്ളി കിടക്കുന്നതെന്ന്. നല്ല രീതിയിൽ വള്ളി ഉണ്ടാകുന്നുണ്ട്. അങ്ങനൊരു വെറൈറ്റിയാണ്. വീരഭദ്ര എന്നാണ് നമ്മുടെ അറിവിൽ ഇതിൻ്റെ പേര്. പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളിലും. എന്തായാലും അത്യാവശ്യം ഈൽഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പ്രതിരോധമുണ്ട്, പച്ചപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ വലിയ ഈ പറയുന്ന വലിയ തട്ടമർത്തിലെ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു വെറൈറ്റിയാണ്. നല്ലപോലെ കാപിടുത്തമൊക്കെ ഉണ്ട്. കായും അത്യാവശ്യം തരക്കേടില്ലാത്ത കായ്കളാണ്. ഇത് നമ്മൾ പല തോട്ടങ്ങളും നമ്മൾ പല ഫീൽഡുകളിലൊക്കെ പോകുമ്പോൾ അവരുടെ അടുത്ത് കാണുന്ന ഇനങ്ങൾ ചോദിച്ച് മേടിച്ച് ഓരോന്നൊക്കെ പ്ലാന്റ് ചെയ്ത് വരുന്നതാണ്. നമുക്ക് ഇട എല്ലായിടത്തും ചെടികളുണ്ട്, ഇട കിട്ടുന്നിടത്ത് പ്ലാന്റ് ചെയ്ത് വരുന്നതാണ്. അങ്ങനെ ഒരു 2 മൂടി ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലും നമ്മുടെ ഫീൽഡിൽ അടുത്തുള്ളൊരു സുഹൃത്തിൻ്റെ ഇത് മേടിച്ചൊരു അതേപോലെ തന്നെ ഏകദേശം ഇരിക്കുന്നൊരു വെറൈറ്റിയാണ്. ഇത് അവർ വള്ളി ഞള്ളാനി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കായ്ക്ക് ഒരു ഇച്ചിരി കൂടി ഞള്ളാനിയുടെ കായുമായിട്ട് സിമിലറായിട്ടുള്ള കായ, നല്ല മുഴുത്ത കായാണ്. വള്ളിയൊക്കെ നമ്മൾ മുമ്പേ കാണിച്ച ചെടിയുടെ പോലെയാണേലും നല്ല മുഴുത്ത കായും നല്ല ഡ്രോപ്പിംഗ് ഇല്ലാത്ത കായും നല്ല ഉണങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഫിനിഷിംഗ് ഉള്ളൊരു കായാണ്. നല്ല എല്ലാം 8mm കാ പോലത്തെ. ഇതിപ്പോൾ അങ്ങ് ചെടി അങ്ങോട്ട് ആയി വരുന്നേ ഉള്ളൂ. ഞാൻ
ചേറ്റുകുഴി സൈഡിൽ നിന്ന് സംഘടിപ്പിച്ച ഒരു തട്ടയാണിത്. നല്ലൊരു വെറൈറ്റി എന്ന് പറയും, വള്ളി ഞെള്ളാനി എന്ന് പറയും. ഇത് അതിൻ്റെ ഒരു 2 മൂടേ ഉള്ളൂ, നമുക്ക് ചെറിയ 2 മൂടേ ഉള്ളൂ. ഇത് വള്ളി ഞെള്ളാനി തന്നെയാണ്. നമുക്കതിൻ്റെ കാണുമ്പോൾ അറിയാം, നല്ല സെറ്റ് കായാണ്. നല്ലപോലെ കൊടുത്തുണ്ട്. ഡ്രോപ്പിങ് ഈ പറയുന്ന വലിയ ഡ്രോപ്പിങ്ങും കാര്യങ്ങളൊന്നുമില്ല, നല്ല വള്ളിയും. പിന്നെ പൊതുവെ കായിക വളർച്ച കൂടുതലാണ്, ചിമ്പടി കൂടുതലാണ്, ഫിസേറിയം കുറവുണ്ട്. അങ്ങനെ ചെറിയ ഗുണങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പുതിയ വെറൈറ്റികളിൽ നല്ലൊരു വെറൈറ്റിയാണ് വള്ളി ഞെള്ളാനി എന്നാണ് പറയപ്പെടുന്നത്. വേറെ എന്തോ പേരെങ്കിലും ഉണ്ടോ നമുക്കറിയത്തില്ല. നല്ലൊരു വെറൈറ്റി നമുക്ക് പറയാം. അടുത്തായിട്ട് അതിനോട് ചേർന്ന് നമ്മൾ വെച്ചേക്കുന്നത് നമ്മുടെ കണിപ്പറമ്പൻ, ശരം പൊങ്ങി വളയുന്ന ടൈപ്പ് കണിപ്പറമ്പനാണ്. കണിപ്പറമ്പിന് ഇതുപോലെ തന്നെയാണ്, നല്ലപോലെ ചിമ്പടിക്കുകയും ഫിസേറിയം കുറവ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല വലിയ വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണിപ്പറമ്പിന് നമ്മൾ കണ്ടുവരുന്നൊരു പ്രശ്നം, ശരം ഇതുപോലെ ഒരു പിരിഞ്ഞ ഒരു പ്രശ്നം നമ്മൾ കണ്ടുവരുന്നുണ്ട്. ബോറോണിൻ്റെ ഡെഫിഷ്യൻസിയാന്ന് പറയുന്നത്, സിങ്ക് ബോറോണിൻ്റെയൊക്കെ ഡെഫിഷ്യൻസിയാന്ന് പറയുന്നത്. നമ്മൾ സിങ്കും ബോറോണൊക്കെ കൊടുത്തിട്ടും ആ ഒരു പ്രശ്നങ്ങൾ കണിപ്പറമ്പിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ അല്പം ചൂടുള്ള മേഖലകളിൽ നല്ല സക്സസ് ആണ്, നല്ല തിങ്ങി ചിമ്പടിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ ഈ മേഖലകളിൽ മഴ പെയ്ത് കഴിയുമ്പോൾ തട്ടമറിച്ചിലും കൊത്തഴിലും അത്യാവശ്യം കണിപ്പറമ്പ് ചെടികളിൽ കണ്ടുവരുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ഇനമാണ് കണിപ്പറമ്പിന് ചൂടുള്ള മേഖലകളിൽ പ്ലാന്റ് ചെയ്യാനായിട്ട്. പെട്ടെന്നുള്ള വളർച്ചയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെയാണ് ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത. നമ്മളിവിടെ ഒരു 5-6 മൂട് കണിപ്പറമ്പ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇതും നമുക്ക് തോപ്രാംകുടി സൈഡിൽ നിന്നൊരു ഫീൽഡിൽ നിന്ന് കിട്ടിയ തട്ടയാണ്. അങ്ങനെ നമുക്കിവിടെ പൊതുവേ ഞെള്ളാനി മാത്രമേ കൂടുതലായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയത് ഫീൽഡിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന തട്ടകൾ കൊണ്ടൊന്ന് പ്ലാന്റ് ചെയ്തതാണ്. എല്ലാ വെറൈറ്റിയും ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ വെറൈറ്റികൾ ഉരുത്തിരിഞ്ഞ് കിട്ടാൻ നല്ലതായിരിക്കും എന്നോർത്ത് പ്ലാന്റ് ചെയ്തതാണ്. നമ്മൾ ഈ ഒരു ഇതിൽ പങ്കുവച്ചേക്കുന്ന തിരുതാളി, അതേപോലെ നമ്മുടെ വീരഭദ്ര എന്ന് പറയുന്ന വെറൈറ്റി, ഇത് തന്നെയാണ് വീരഭദ്ര. പിന്നെ നമ്മുടെ വള്ളി ഞെള്ളാനി എന്ന് പറയുന്ന ഐറ്റം, ഇതൊരു നല്ല ചെടിയാണ്, നല്ല ഈൽഡാണ്, നല്ല ആരോഗ്യവാനാണ്. ഭയങ്കര ഫിനിഷിങ്ങാണ്, ആയി വരുന്നേ ഉള്ളൂ. നല്ലൊരു വെറൈറ്റിയാണ്, ഡ്രോപ്പിങ് വളരെ കുറവുണ്ട്. അങ്ങനെ കുറേ ഗുണഗണങ്ങളുള്ള നല്ലൊരു ചെടിയാണ്. നമുക്ക് നല്ല പ്ലാന്റ് ചെയ്യുന്നവർക്ക് ഇതുപോലത്തെ ചെടികളൊക്കെ പ്ലാന്റ് ചെയ്താൽ മെച്ചമായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ തനത് വെറൈറ്റി ആയിട്ടുള്ള ഞെള്ളാനിയാണ്. നമുക്ക് ഇടുക്കി ജില്ലയിൽ ഏറ്റവും സക്സസ് ആയിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്ത് വരുന്ന ഇനമാണ്. ഞെള്ളാനിയെക്കുറിച്ച് ആർക്കും കൂടുതൽ പറഞ്ഞു തരണ്ട. ചില മേഖലകളിൽ ഒറ്റച്ചിമ്പൻ എന്ന് പറയും, ഞെള്ളാനി എന്ന് പറയും. ഞെള്ളാനിക്കുള്ള ഞാൻ കണ്ടുവന്നേക്കുന്നത് ഒരു വലിയൊരു ഡ്രോബാക്സ് അതിൻ്റെ ഒരു ഫംഗസ് പ്രശ്നങ്ങളാണ്. ഫിസേറിയം വിട്ട് മാറാറില്ല ഞെള്ളാനി ചെടികളിൽ നിന്നും. അതേപോലെ നല്ല രീതിയിൽ മഴ കിട്ടുന്ന മേഖലകളിൽ തട്ടമറച്ചിലും കൊത്തകളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഗുണഗണങ്ങൾ പറയുകയാണെങ്കിൽ ഒത്തിരി ഗുണഗണങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്നുള്ള വളർച്ച, നല്ല ഈൽഡ്, വേനൽക്കാലങ്ങളിലും നല്ല രീതിയിൽ ഈൽഡ് നൽകാനുള്ള കഴിവ്. ഇപ്പം നമുക്ക് ഇന്നിപ്പം ഏപ്രിൽ 17 തോന്നുന്നു, എല്ലാ സ്ഥലങ്ങളിലും തന്നെ അത്യാവശ്യം പിടിച്ച് വരുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസേറിയൊക്കെ അത്യാവശ്യം ഫംഗിസൈഡ് കൊടുത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാനും കഴിയും. തുടർച്ചയായിട്ടുള്ള പരിപാലനത്തിലൂടെ നല്ല രീതിയിൽ ഈൽഡ് എടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് ഞെള്ളാനി. ഞെള്ളാനിയെക്കുറിച്ച് ഞാൻ ഇടുക്കി ജില്ലയിൽ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ നല്ലൊരു വെറൈറ്റിയാണ് ഞെള്ളാനി. പിന്നെ ഞെള്ളാനിക്ക് നല്ല രീതിയിൽ ജലവും വളവും അതിനുവേണ്ടി ന്യൂട്രിയൻസൊക്കെ ആവശ്യമുള്ളൊരു വെറൈറ്റിയാണ്. നമ്മളും ജലലഭ്യതയും അതിന് വേണ്ട ന്യൂട്രിയൻസൊക്കെ ലഭ്യത അനുസരിച്ച് നല്ല രീതിയിൽ നമുക്ക് ഈൽഡ് കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഞെള്ളാനി. അത്യാവശ്യം പരിപാലിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ആദായം എടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റി ഞെള്ളാനിയാണെന്ന് പറയാം. പിന്നെ പൊതുവേ ചൂട് കൂടുതലുള്ള മേഖലയിൽ അത്ര സക്സസ് അല്ല. ചൂട് കൂടുതലുള്ള മേഖലകളിൽ കണിപ്പറമ്പൻ പോലുള്ള ഇനങ്ങളാണ് സക്സസ് ആയിട്ട് വരുന്നത്. അല്പം ഏസോൺ പോലുള്ള മേഖലകളിൽ ഞെള്ളാനിയെ വെല്ലാൻ വേറൊരു വെറൈറ്റി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല നമ്മൾ.
ഇതെല്ലാം 10-20 വർഷം പഴക്കമുള്ള ചെടികളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു വെറൈറ്റി മൈസൂർ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നമ്മൾ പണ്ടുള്ളവരൊക്കെ കുത്തു മൈസൂർ എന്ന് പറയും. സ്ഥലം നല്ല ലെങ്കിൽ മേളിലോട്ട് പോയിട്ട് കാ പിടിച്ച് കഴിയുമ്പോൾ മറിഞ്ഞു വരുന്നൊരു വെറൈറ്റി. അങ്ങനൊരു വെറൈറ്റിയാണ്. നല്ല രീതിയിൽ ഇതിന് ചിമ്പും ശരമൊക്കെ ഉണ്ടാകും. അത്യാവശ്യം ഈൽഡും കിട്ടും. പക്ഷേ ഇത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കായ്ക്ക് സൈസ് വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരു വെറൈറ്റിയാണ്. ശരമൊക്കെ നല്ല പൊക്കത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. എന്ന ചൂടുണ്ടെങ്കിലും കായെല്ലാം പിടിച്ച് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു വെറൈറ്റിയാണ്. പിന്നെ നമുക്ക് ശരം മൂക്കുന്നതനുസരിച്ച് കായുടെ ബോൾട്ട് കുറഞ്ഞ് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അത്യാവശ്യം വലിയ രോഗപ്രശ്നങ്ങളൊന്നുമില്ലാതെ നിൽക്കാൻ കഴിയുന്നൊരു വെറൈറ്റിയാണ് ഈ മൈസൂർ, കുത്തു മൈസൂർ എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി. ഇതാണ് ആ ഒരെണ്ണം. ഇതൊക്കെ 1-2 ഇനങ്ങൾ നമ്മളൊരു എന്താ പറയുക, നമ്മുടെ തോട്ടത്തിലിങ്ങനെ നിലനിർത്തി പോരുന്നതാണ് പണ്ട് തൊട്ടേ. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പ്രത്യേകത നേരെ മേളിലോട്ട് ഇങ്ങനെ ഉണ്ടായി വരും. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ നാടനേലം എന്ന് പറയുന്ന സാധനം. വളക്ക, നാടൻ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതൊരു വെള്ളമില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നതാണ്. വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിലാണ്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറുമില്ല. കാരണം എന്ന് വെച്ചാൽ നാടൻ ചെടി ആയതുകൊണ്ട് ഇത് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും എന്ന് നോക്കാമെന്ന് ഓർത്താണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കാട്ടേലം എന്ന് പറയുന്ന സാധനം. നമുക്കറിയാം, നമ്മൾ വനമേഖലകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ റോഡ് സൈഡിലേക്ക് കിളുത്ത് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളത് കണ്ടൊരു ഫാൻസിക്ക് വേണ്ടി ചുമ്മാ ഒരു മൂട്, നമ്മൾ ഈ ഒരു ഏലത്തിൻ്റെ പരാഗണം കൊണ്ട് മറ്റ് ചെടികളുണ്ടാകുന്ന കായകൾക്ക് വല്ല വ്യത്യാസം ഉണ്ടാകുമോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് നോക്കിയാണ്. ഈ കാട്ടേലത്തിൻ്റെ ശരമാണ് ഈ ഉണ്ടായി വരുന്നത്. ശരിക്കും ഒരു കിഴങ്ങ് പോലെ ഉണ്ടായി വന്നിട്ട് അത് പൊട്ടി വിരിഞ്ഞ് അതിനകത്തു നിന്നാണ് പൂവ് പുറത്ത് വരുന്നത്. പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും സാധാരണ ഏലക്കായിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് വലിയൊരു ഏലക്ക, ഒരു അത്രയ്ക്ക് നല്ല ഒരു ഫിനിഷിങ് ഇല്ലാത്ത ടൈപ്പ് ഒരു ഏലക്കയാണ്. ഇതാണ് അതിൻ്റെ പൂവ്. ഇപ്പം പൂവായി ഇനിയിപ്പോൾ കാ പിടിച്ച് തുടങ്ങും. അങ്ങനെയാണ് നമ്മളിത്. അങ്ങനെ വലിയ കെയറൊന്നും ചെയ്ത് ചുമ്മാ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമ്മളിന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ചുമ്മാ ഒന്ന് തെളിച്ചെടുത്താണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഒരു ഓൺ വെറൈറ്റിയാണ്. നമ്മുടെ തോട്ടത്തിൽ തന്നെ അരി വീണ് കിളുത്ത് വകഭേദം മാറ്റം ഉണ്ടായ ഒരു ഇനമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രത്യേകതയുള്ള ഇനം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു മൂട് ഇവിടെ നിർത്തി പരിപാലിച്ച് പോകുന്നത്. ഭയങ്കര ബോൾട്ടാണ് കായ്ക്ക്. സാമാന്യത്തിൽ കൂടുതലും ബോൾട്ടാണ്. നമുക്ക് മറ്റുള്ള ഏലക്ക വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ബോൾട്ടിൻ്റെ വ്യത്യാസം അറിയുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ക്യാമറയിൽ എത്രത്തോളം. ഈ ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ കൂടെ ഉള്ളത് അത് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല തോട്ടത്തിലായതുകൊണ്ട്. അത്യാവശ്യം നല്ല ബോൾട്ടുള്ളൊരു വെറൈറ്റിയാണ്. ബോൾട്ടിനപ്പുറം ഇതിൻ്റെ ഒരു നീട്ടമാണ്. ഭയങ്കര ഒരു ബോൾട്ട് വ്യത്യാസമുണ്ട് ഇതിന്. അതേപോലെ ഭയങ്കര വേരുപടലമാണ് ഈ ചെടിക്ക്. പിന്നെ ഇതിന് കണ്ടത് നല്ല രീതിയിൽ ചിമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ പ്രാവശ്യം ഇതിനകത്തുണ്ടായിരുന്ന കുറേ ചിമ്പുകൾ പറിച്ച് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. എങ്ങനെയുണ്ട്, സക്സസ് ആകുമെന്ന് അറിയാനായിട്ട്. ശരത്തിനെല്ലാം നല്ല വലുപ്പമുണ്ട്. ഇത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല ലോങ് ബോൾട്ട് കായാണ്. അത് നമ്മൾ പ്രത്യേകം പറയണം. എത്രയും വലിയ കായകളൊക്കെ ഉണ്ടായാലും ഉണങ്ങി കഴിയുമ്പം അത് ലോങ് ബോൾട്ട് കായാണ്. നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഒരു ഞെള്ളാനിയുടെ കായുമായിട്ട് ഇതിപ്പം ഞെള്ളാനിയുടെ ഇളംവള്ളിയുള്ള സാമാന്യം മുഴുപ്പുള്ളൊരു കായാണ്. നമ്മളതിങ്ങനെ പറിച്ച് എടുത്തിട്ട് ഇതിൻ്റെ ഒരു മീഡിയം വലുപ്പമുള്ള ഇതൊരു മീഡിയം വലുപ്പമുള്ള അതിൻ്റെ കാ, അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, ഭയങ്കര ലോങ് ബോൾട്ട് കായാണ്. ഇത് മുഴുത്ത് വരുന്തോറും ഇതിപ്പോൾ എല്ലാം ഇളം കായ തന്നെ, തീരെ പിഞ്ചു കായാണ്. തീരെ പിഞ്ചു കായാണ്. മുഴുത്ത് മൂക്കും തോറും ഭയങ്കര ലോങ് ബോൾട്ടായിട്ട് വരുന്നുണ്ട്.
പിന്നെ ഇതിന് ഈ ചെടിക്ക് കണ്ടുവരുന്നൊരു പ്രത്യേകത തട്ടമറിച്ചിൽ നല്ല രീതിയിലുണ്ടാകുന്നുണ്ട്. ഇത് നമുക്കൊരു കുറച്ച് നാൾ നിർത്തി അതിൻ്റെ ഇതിനെപ്പറ്റി നിരീക്ഷിക്കാമെന്ന് ഓർത്ത് നിർത്തിയിരിക്കുന്നതാണ്. കായയുടെ സൈസ് ഇതുണ്ട്, വളർച്ച മൂത്ത് വരും തോറും ഭയങ്കര സൈസായിട്ട് വരുന്നുണ്ട് കായകൾ. നമ്മൾ വളപ്രയോഗങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വലുപ്പമുള്ളതാണ്. നമുക്ക് എന്താ പറയുക, 9 ബോൾട്ടൊന്നൊന്നുമല്ല, അതിൻ്റെ മേളിൽ 11 ബോൾട്ട് എന്നൊക്കെ പറയാം, അതുപോലത്തെ ഒരു കായാണ്. പക്ഷേ അത് ലോങ് ബോൾട്ടാണ്. ഞള്ളാനിയെ പോലെ ഒരു ഉരുണ്ട കായല്ല, നീണ്ട കായാണ്. അങ്ങനെ ഒരു പ്രത്യേകതകളുള്ളൊരു ചെടിയാണിത്. ഒറ്റൊരു മൂടാണ് നമ്മളിവിടെ പ്ലാന്റ് ചെയ്തേക്കുന്നത്. ഇതെങ്ങനെയോ തന്നെ കിളുത്താണ് തോട്ടത്തിൽ. അതിൻ്റെ കാട പ്രത്യേകത, ശരത്തിൻ്റെ പ്രത്യേകതയൊക്കെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നതാണ്. ഒരു 2 വർഷം കഴിയുമ്പോൾ നമുക്ക് അറിയാം ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. അത്രയും ടൈം വേണ്ടി വരും. എന്നുണ്ട് ഒരു കായൊക്കെ മുഴുത്ത് വരുന്ന കാട സൈസ് കണ്ടോ, ഭയങ്കര സൈസ് കായാണ്. ഇത് ഈ പുതിയ വെറൈറ്റി ഉണ്ടായി വന്നതിലെ കായും. ഇത് ഞള്ളാനി, ഇച്ചിരി മൂത്ത ശരത്തിലെ കായാണ്. എന്താ നമുക്കൊരു 7 mm 6 mm 7 mm ബോൾട്ടേ ഉള്ളൂ ഇതിന്. പക്ഷേ ഇതിൻ്റെ ബോൾട്ട് നമുക്ക് പറയാൻ പറ്റില്ല എത്ര ബോൾട്ടാണെന്ന്. അത്ര ഒരു വ്യത്യാസമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി. ഇത്ര ഇനങ്ങളല്ല നമ്മൾ ഇടുക്കി ജില്ലയിൽ ഇതിലും അധികം വെറൈറ്റികളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ ബൊമ്മിയേലം കൃഷി ചെയ്യുന്നുണ്ട്. അതേപോലെ കൊടക് സുഹാസിനി എന്ന് പറയുന്ന വെറൈറ്റി ചെയ്യുന്നുണ്ട്. തേവറേലം എന്ന് പറയുന്നുണ്ട്. സുന്ദരിയേലം എന്ന് പറയുന്ന വെറൈറ്റികളുണ്ട്. പാനിക്കുളങ്ങര 1 ഉണ്ട്. അങ്ങനെ ഒത്തിരി വെറൈറ്റികളുണ്ട്. നമുക്ക് പുതിയ വെറൈറ്റികൾ മറ്റെവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ വെറൈറ്റികൾ നമുക്ക് പരിചയപ്പെടാം. ഇപ്പം നമ്മുടെ കയ്യിലുള്ള വെറൈറ്റികളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഫീൽഡുകളിൽ പോകുമ്പോൾ ആരിലൊക്കെ തട്ട തരുന്ന തട്ടകൾ നമ്മൾ പ്ലാന്റ് ചെയ്തതാണിത്. ഇപ്പം നിലവിൽ ഈ ഒരു ചെടി മാത്രമേ നമ്മുടെ തോട്ടത്തിൽ അരിവീണിക്കുളത്ത് ഇത്രയും വ്യത്യാസമായിട്ടൊരു വെറൈറ്റി നമ്മൾ കണ്ടിട്ടുള്ളൂ. അതൊരു ഭയങ്കര ഒരു വ്യത്യാസമായിട്ട് നമുക്ക് കണ്ടതുകൊണ്ടാണ് നമ്മളതിനെ അങ്ങനെ നിർത്തി പരിപാലിച്ച് വരുന്നത്. സാമാന്യം നമ്മൾ ഒരു എന്താ പറയുക, ഇതിൽ ഞള്ളാനികളിലൊക്കെ മൂപ്പത്തിയൊക്കെ വളരെ കുറവാണ്. എന്നാലും മൂത്ത ശരത്തിലൊക്കെ ഉള്ള ഒരു വലിയ വലുപ്പമില്ലാത്തൊരു കായും ഇതിലെ കായും കൂടെ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും.